ഹായ് ആൾ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഗോൾഡൻ സൺലൈറ്റ്. ഞാൻ ഇന്നിവിടെ നമ്മുടെ കറണ്ട് ലൈഫ് റീഡിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കിവിടെ ഞാൻ 2 കാർഡ് വെച്ചിട്ടുണ്ട്. ഒന്ന് ഒരു ഹൈ പ്രീസ്റ്റസ്, ഒന്ന് 2 ഓഫ് പെൻറ്റക്കിൾസ്. നമ്മളുടെ കറണ്ട് ലൈഫ് സിറ്റുവേഷൻ അറിയാനായിട്ട് നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി ഇത് രണ്ടിൽ ഒരു കാർഡ് സെലക്ട് ചെയ്യുക. കാർഡ് നമ്പർ 1 ഹൈ പ്രീസ്റ്റസ്, 2 വന്നിട്ട് 2 ഓഫ് പെൻറ്റക്കിൾസ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്കിത് റെസൊനേറ്റ് ആവുന്നതായിരിക്കും. അപ്പം ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് ഒന്ന് കണ്ണടച്ച് ഇട്ട് ഇതിൽ രണ്ടിൽ നമ്മൾക്കൊരു അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് സെലക്ട് ചെയ്യാം. ഹൈ പ്രീസ്റ്റസ് ആണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 1 ആയിരിക്കും. 2 ഓഫ് പെൻറ്റക്കിൾസ് ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1 ഹൈ പ്രീസ്റ്റസ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്നർ ബാലൻസ്, ഇൻറ്റ്യൂഷൻ, ഡ്യുവാലിറ്റി ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാർഡാണ്. അതിൻ്റെ കാർഡ് നമ്പർ 2 ആണ്. നമുക്കിനി ഏത് കാർഡ്സാണ് വരുന്നതെന്ന് നോക്കാം. മൂൺ കാർഡ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ബോട്ടം എനർജി വന്നിട്ട് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്. ഈ 3 കാർഡാണ് വന്നിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 3 കാർഡ്സാണ് വന്നിരിക്കുന്നത്. ആദ്യത്തേത് മൂൺ കാർഡ്. മൂൺ കാർഡ് എന്ന് പറഞ്ഞാൽ അതും നമ്മളുടെ ഇൻറ്റ്യൂഷൻ, സ്വപ്നങ്ങൾ, സബ് കോൺഷ്യസ് മൈൻഡ് ഇതൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും കുറച്ചൊരു കൺഫ്യൂഷൻ, കുറച്ച് മിഥ്യാധാരണകൾ, അങ്ങനത്തുള്ള ഒരു ഇൻഡിക്കേഷൻ, കുറച്ച് നമുക്ക് എന്താ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, അതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻസ്റ്റിങ്സിനെ വിശ്വസിക്കുകയും ഈ അൺസർട്ടനിറ്റി ഉണ്ടാവും അതിലൂടെ നാവിഗേറ്റ് ചെയ്യുകയും വേണമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. അതെന്ന് പറഞ്ഞാൽ പുതിയ അവസരങ്ങൾ, നമ്മളുടെ ആംബിഷൻ, നമ്മളുടെ അറിവിന് വേണ്ടിയുള്ള ആഗ്രഹം, അതുപോലെ നമ്മളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സമീപനം, ഇതെല്ലാം സൂചിപ്പിക്കുന്നു. ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു യാത്രയുടെ തുടക്കത്തിലാണ്. ഒരുപക്ഷെ ഒരു പുതിയ പ്രോജക്റ്റ് ആരംഭിക്കുമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ കോഴ്സ് പഠിക്കാൻ പോകുമായിരിക്കാം. അങ്ങനെ കുറച്ച് പേരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും ഈ ടൈമിൽ. പിന്നെ മൂന്നാമത്തെ കാർഡ് വന്നിട്ട് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്. അതെന്ന് പറഞ്ഞാൽ നർച്ചറിങ്, ഒരു പ്രായോഗികത, ഒരു സാമ്പത്തിക സുരക്ഷ എന്നിവയാണ് കാണിക്കുന്നത്. അതായത് നമ്മളുടെ ഒരു ഗാർഹിക ജീവിതവും കരിയറും വളരെ ബാലൻസ് ചെയ്ത് ഒരു ഗ്രൗണ്ടഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയെ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് സമൃദ്ധി, ഒരു സ്റ്റേബിൾ അറ്റ്മോസ്ഫിയർ അതൊക്കെ സൃഷ്ടിക്കുന്നതാണ്. ഈ 3 കാർഡിൻ്റെ കൂടെ കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്വയം കണ്ടെത്തലിൻ്റെയും ഒരു ഗ്രോത്തിൻ്റെയും ഒരു യാത്ര. അതാണ് ഈ 3 കാർഡ്സും ഒരുമിച്ച് വരുമ്പോൾ ഉള്ള ഒരു ഇൻഡിക്കേഷൻ. അതായത് ഇപ്പം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭൗതിക അല്ലെങ്കിൽ പ്രായോഗിക വശങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻസൊക്കെ ഉണ്ടാകും. ഈ മൂൺ കാർഡ് വന്നിട്ടുണ്ടല്ലോ. പക്ഷേ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ, പുതിയ ഒരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടുള്ള എന്തെങ്കിലും കോഴ്സ് പഠിക്കാനോ എല്ലാം ഉള്ള സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട്. അതുപോലെ ഈ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾക്കിപ്പം നമ്മളുടെ ആംബിഷൻസിനെ മുന്നേ കൊണ്ടുപോകാനുള്ള സപ്പോർട്ട്, അതിൻ്റെ റിസോഴ്സസ് അതെല്ലാം നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക. ഇപ്പോൾ ഉയർന്നു വരുന്ന പുതിയ ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉണ്ട്, അത് സ്വീകരിക്കുക. അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങളും ഇപ്പോൾ ഉള്ള നിങ്ങളുടെ കഴിവുകൾ, പ്രാക്ടിക്കൽ സ്കിൽസ് അതെല്ലാം വളർത്തിയെടുക്കാനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ ഒരു സംതൃപ്തവും വല്ല അബണ്ടൻസ്, അത് സമൃദ്ധവുമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്നു. ഇത്രയാണ് നമ്മുടെ ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്ത ആൾക്കാർക്കുള്ള റീഡിംഗ്. ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ഗോൾഡൻ സൺലൈറ്റ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ നിങ്ങളുടെ സജഷൻസ് കമൻസായി രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നമ്മൾക്ക് ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഗ്രൂപ്പ് നമ്പർ 2 ഓഫ് പെൻറ്റക്കിൾസ്. ഓഫ് പെൻറ്റക്കിൾസ് ഒരു ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് കണ്ട ഒരു 2 കൈയിലും അമ്മാനവാടി ഭയങ്കര ബിസി ആയിട്ട് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി. നമുക്കിവിടെ കാർഡ്സ് വന്നിരിക്കുന്ന വീൽ ഓഫ് ഫോർച്യൂൺ, അത് റിവേഴ്സ് ആയിട്ടാണ് വന്നത്. പിന്നെ വന്നിരിക്കുന്ന 3 ഓഫ് പെൻറ്റക്കിൾസ്, ബോട്ടം എനർജി വന്നിട്ട് 8 ഓഫ് കപ്സ്. കോമ്പിനേഷൻ കാണിക്കുന്നത് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച്, ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു. അതുപോലെ കൊളാബറേഷൻ, ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഗ്രോത്ത്, ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. നമുക്ക് ആദ്യം വന്ന കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ, അത് റിവേഴ്സ് ആയിട്ടാണ് വന്നത്. അതിപ്പം കുറച്ച് ചലഞ്ചസ് ലൈഫിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു സ്റ്റക്കായി നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ചക്രത്തിൽ നമ്മൾ കുടുങ്ങിപ്പോയ പോലൊരു തോന്നൽ, ഒരു പ്രോഗ്രസ് ഇല്ലാത്തൊരു തോന്നൽ ഇപ്പം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിട്ട് ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ചേഞ്ചിനെ നിങ്ങൾ ഒപ്പോസ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. 3 ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് കാണിക്കുന്നത് ടീം വർക്ക്, സഹകരണം, നമ്മളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്, അതായത് നൈപുണ്യ വികസനം, അതിനെയൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു ടീമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരു കോമൺ ഗോൾ, ഒരു പൊതു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുകയാണെന്നും അതുപോലെ നിങ്ങളുടെ ശ്രമങ്ങളെല്ലാം അംഗീകരിക്കപ്പെടുകയും അഭിനന്ദിക്കപ്പെടുകയും ചെയ്യുന്നുവെന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നു. അതുപോലെ നമുക്കൊരു വിജയമുണ്ടാകുന്നതിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പ്രാധാന്യം ഈ കാർഡ് ഊന്നി പറയുന്നുണ്ട്. മൂന്നാമത് വന്ന 8 ഓഫ് കപ്സ് കാർഡ്. ഈ കാർഡ് കാണിക്കുന്നത് നമ്മൾക്കിപ്പം ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ സ്വയം ഒഴിഞ്ഞു മാറേണ്ടിയിരിക്കുന്നു എന്നതാണ്. നമ്മൾക്കിപ്പോൾ ആവശ്യം ഇല്ലാത്ത സാഹചര്യം ഉപേക്ഷിച്ച് കുറച്ചും കൂടെ പ്രതിഫലദായകമായ ഒരു സിറ്റുവേഷനിലേക്ക് പോകേണ്ട സമയമാണിതെന്നും സൂചിപ്പിക്കുന്നു. ഈ 3 കാർഡും ഒരുമിച്ച് വരുമ്പം അതിൻ്റെ ഒരു അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾക്ക് ചലഞ്ചസ് ഉണ്ട്, പക്ഷേ നമ്മൾക്ക് സഹകരണത്തിൻ്റെ ആവശ്യം, ഒരു ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഈ ചലഞ്ചസിനെയെല്ലാം നമ്മുടെ മൈൻഡ് പവർ കൊണ്ട് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ എവിടെയോ ഒരിടത്ത് സ്റ്റക്കായി നിൽക്കുവാണ്. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ സപ്പോർട്ട് സീക്കേണ്ട ഒരു സമയമാണ്. നമ്മളുടെ ടീമിൻ്റെ സപ്പോർട്ടോടുകൂടി നമുക്ക് ഈ ചലഞ്ചസിനെയൊക്കെ അഭിമുഖീകരിക്കാനും വിജയം നേടുവാനും സാധിക്കും. അതായത് നമുക്ക് ഈ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ പ്രാധാന്യം എത്രയാണെന്നാണ് ഈ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ നമുക്കിപ്പോൾ ഒരു ആത്മപരിശോധന, അതും ഇപ്പം ആവശ്യമായിട്ടുണ്ട് ഈ സമയത്ത്. നമ്മൾക്ക് ശരിക്കും നമ്മളുടെ ജീവിതത്തിൽ എന്താണ് ആവശ്യമായിട്ടുള്ളത്, അത് തന്നെയാണോ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾക്ക് ബുദ്ധിമുട്ട് തോന്നിയാലും നമ്മൾക്ക് സ്വയം ഉപകാരപ്പെടാത്തത്, അതായത് പ്രയോജനം ഇല്ലാത്തതായ സാഹചര്യങ്ങളോ അങ്ങനത്തുള്ള പങ്കാളിത്തങ്ങളോ ഒക്കെ ഉപേക്ഷിക്കേണ്ട ഒരു സമയമാണിത്. അപ്പം ഈ 3 കാർഡും നമ്മളുടെ വെല്ലുവിളികളിലൂടെ നമ്മൾ നാവിഗേറ്റ് ചെയ്ത് വരണമെന്ന്, അത് ടീം വർക്കും സഹകരണവും സ്വീകരിക്കണമെന്നും നിങ്ങളെ ഉപദേശിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്വന്തം പാത വിലയിരുത്താനും നമ്മളുടെ വ്യക്തിഗത വളർച്ചയ്ക്ക്, അതിൻ്റെ ഒരു പൂർത്തീകരണത്തിനും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ
ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു റീഡിങ്ങിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി. താങ്ക് യു യൂണിവേഴ്സ്. ടേക്ക് കെയർ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.